ഒരു ശിവൻ്റെ അമ്പലം ദർശിക്കാനുള്ള പുറപ്പാടിലാണ്. നമ്മുടെ സ്വന്തം സുഹൃത്ത് സുനിയുടെ ഓട്ടോയിലാണ് നമ്മൾ പോകുന്നത്. അപ്പം ഞാൻ കാണിച്ചുതരാം, നമ്മുടെ പയ്യന്നൂർ പെരുമാളിൻ്റെ കവാടം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെ എത്തി, കണ്ടില്ലേ, ഇതാണ് പയ്യന്നൂർ. അവിടെ ഉത്സവമൊക്കെ തുടങ്ങി. അപ്പോൾ അവിടെയും ഒന്ന് പോകണം നമുക്ക്. അപ്പം നേരിട്ട് നമ്മൾ ഉമാമഹേശ്വര ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. ശിവക്ഷേത്രമാണ്, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ് ഉമാമഹേശ്വരി ക്ഷേത്രം. കയറുമ്പോൾ തന്നെ വളരെ മനോഹരമായ ഒരു കുളം, ക്ഷേത്രക്കുളം നമുക്കവിടെ കാണാം. വളരെ മനോഹരമായൊരു കുളമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. അപ്പോൾ ക്ഷേത്രക്കുളമൊക്കെ കണ്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുകയാണ്. വളരെ മനോഹരമായൊരു അമ്പലമാണ്, വളരെ പ്രശസ്തമായൊരു അമ്പലമാണ് ഉമാമഹേശ്വര ക്ഷേത്രം. കയറുമ്പോൾ തന്നെ അവിടെ വഴിപാട് കൗണ്ടർ ഉണ്ട്. അവിടെ എല്ലാ വഴിപാടുകളെ പറ്റിയും വളരെ വിശദമായി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരിട്ട് അവിടുന്ന് പുഷ്പാഞ്ജലിയുടെ റെസീറ്റൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അമ്പലത്തിനുള്ളിലോട്ട് കയറി. കണ്ടില്ലേ, വളരെ മനോഹരമായൊരു അമ്പലമാണ്. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഒരു പ്രദക്ഷിണം വയ്ക്കുകയാണ്. അപ്പോൾ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ആ സൈഡിൽ തന്നെ നമ്മുടെ അയ്യപ്പൻ്റെ തത്വമസി എന്ന് എഴുതിയ വലിയൊരു ബോർഡ് കാണാം. അപ്പോൾ അയ്യപ്പൻ്റെ കുഞ്ഞ് അമ്പലമുണ്ട്. അവിടെ പോയി പ്രാർത്ഥിച്ച് അമ്പലത്തിന് ചുറ്റും, ഇപ്പോഴാണ് ചുറ്റുമതിലൊക്കെ കെട്ടിയത് കേട്ടോ, മുന്നേ ഈ മതിലൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവിടെ ഒരു രുദ്രാക്ഷത്തിൻ്റെ മരം കൂടിയുണ്ട്, ഒരു വൃക്ഷമുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഒരു രുദ്രാക്ഷത്തിൻ്റെ വൃക്ഷം കൂടിയുണ്ട്, കണ്ടില്ലേ. ഇതാണ് രുദ്രാക്ഷത്തിൻ്റെ വൃക്ഷം, കണ്ടില്ലേ. കഴിഞ്ഞ തവണ പോയപ്പോൾ നമ്മൾ രുദ്രാക്ഷത്തിൻ്റെ കായ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രദക്ഷിണം പൂർത്തിയാക്കി ഞങ്ങൾ തിരിച്ച് പോരുന്ന വഴിയാണ്. അപ്പോൾ പോരുമ്പോൾ നമ്മൾ ഇനി അടുത്തൊരു അമ്പലത്തിൽ കൂടെ പോകണം. 2 അമ്പലം കൂടെ കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അടുത്ത് പോകുന്ന നമ്മൾ മഹാവിഷ്ണുവിൻ്റെ അമ്പലമാണ്. മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിലേക്കാണ് പോകുന്നത്. അത് വഴിയരികിൽ തന്നെയാണ്, പോകുന്ന വഴിക്കാണ്. അപ്പോൾ നമ്മുടെ സുനിയോട് ഓട്ടോ ഡ്രൈവറോട് പറഞ്ഞു മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ അവിടെയും കൂടെ ഒന്ന് ഓരത്ത് ചേർത്ത് നിർത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ സുനി നമുക്ക് വേണ്ടുന്ന കറക്റ്റായിട്ട് അവിടെ എത്തിച്ചു. അപ്പോൾ അവിടുന്ന് അടുത്തായി നമ്മൾ മഹാവിഷ്ണു ക്ഷേത്രമാണ്. ഇതും വളരെ, നമ്മൾ 1-2 പ്രാവശ്യം ഇവിടെ പോയിട്ടുണ്ട്. വളരെ പുരാതനമായൊരു ക്ഷേത്രം തന്നെയാണ് ഇതും. അപ്പോൾ അവിടെ നമ്മൾ പോയി പുഷ്പാഞ്ജലിക്കൊക്കെ അവിടുന്ന് റെസീറ്റാക്കി നമ്മൾ നേരിട്ട് ഉള്ളിലേക്ക് കടന്നു. വളരെ മഹാവിഷ്ണുവാണ്. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ അവിടെ തൊഴുത് പ്രാർത്ഥിച്ച് പ്രസാദമൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ അടുത്തത് പോകുന്നത് ഒരു ദേവീക്ഷേത്രത്തിലേക്കാണ്. വളരെ ശക്തിയാർന്ന ദേവിയാണ് ഇവിടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ പോവുകയാണ്. വഴി കുറച്ച് ചെറിയ വഴിയാണ്, ഊട് വഴിയാണ്, കാണാമത്. നമ്മൾ വർഷങ്ങളായി പോകുന്നൊരു ദേവിയാണ്. നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ UAE ഉണ്ടാകുന്ന ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും നാട്ടിൽ വന്നാലും ആദ്യം ഈ അമ്പലത്തിൽ സന്ദർശിക്കാറുണ്ട്. വളരെ ശക്തിയേറിയ ദേവിയാണ്. നമ്മൾ എന്ത് കാര്യം ആഗ്രഹിച്ചാലും അത് നടത്തിത്തരുന്ന ദേവിയാണ്. ഇവിടെ എന്താണ് പറയുക, ചണ്ഡികാ ഹോമം തുടങ്ങിയ വളരെ പ്രശസ്തമായ ചില പൂജകളൊക്കെ ഇവിടെ നടക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ കഴിയുന്ന സമയത്ത് പങ്കെടുക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ഈ ക്ഷേത്രമാണ് മാരിയമ്മൻ ദേവിയുടെ ക്ഷേത്രം, മാരിയമ്മൻ ദേവി. അപ്പോൾ ക്ഷേത്രത്തിൽ നിങ്ങൾ കാണാം, ഇതാണ് ക്ഷേത്രം, മാരിയമ്മൻ കോവിൽ എന്നാണ് പറയുക. അപ്പോൾ കോവിലിൻ്റെ വഴിക്ക് ഇരുവശത്ത് ഒരു വഴിക്ക് നിങ്ങൾ കാണാൻ പറ്റും, ഇത് അന്നദാന നടത്തുന്ന സ്ഥലമാണ്. ഇവിടെ പോയി രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്ക് ഭക്ഷണമൊക്കെ ഉണ്ട്. പിന്നെ ഒരു കയറുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് കസേലയൊക്കെ ഇട്ടിട്ട് അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ അവിടെ നമ്മളെ കൗണ്ടറുണ്ട് കേട്ടോ. അപ്പോൾ ആ കൗണ്ടറിൽ നമ്മൾ പോയി, സാമാന്യം തിരക്കുണ്ടായിരുന്നു നമ്മൾ പോയപ്പോൾ. അപ്പോൾ ആ കൗണ്ടറിൽ പോയി നമ്മൾ അതിനുള്ള റെസീറ്റും കാര്യങ്ങളൊക്കെ മുറിച്ചതിന് ശേഷം നമ്മൾ, ഇതാണ് അമ്പലം. നമ്മുടെ ഈ ഫ്രണ്ട് വ്യൂ കാണിക്കാം. അപ്പോൾ ഇവ 2 അമ്പലമുണ്ട്, 2 അമ്പലങ്ങളുണ്ട്. തൊട്ടപ്പുറത്ത് ആണ് മാരിയമ്മൻ്റെ കോവിൽ. ഇത് മായാദേവി ഇവിടെ. അങ്ങനെ തോരണങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ, നിറയെ തോരണങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ
അമ്പലത്തിലോട്ട് പോയി ദേവിയെ വളരെ മനസ്സ് ഒരുക്കി വിളിച്ച് പ്രാർത്ഥിച്ച്, അവിടെ ഗണേശൻ എന്നൊരു വ്യക്തിയാണ് അതിൻ്റെ ഒരു പൂജാരിയായിട്ടിരിക്കുന്നത്. നമുക്ക് പരിചയമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയി മാരിയമ്മൻ ദേവിയുടെ കോവിലിലും പോയി അവന് വലം വെച്ച്, എന്തായാലും നമ്മുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അന്ന് നമുക്കൊരു താമര കിട്ടി കേട്ടോ. അവിടുന്ന് ഒരു താമരയാണ് അവിടുന്ന് കിട്ടിയത് പ്രസാദമായിട്ട്. നമുക്കൊരു താമര, പ്രസാദത്തിൻ്റെ കൂടെ ഒരു താമര എനിക്ക് തന്നായിരുന്നു. അപ്പം അങ്ങനെ അവിടെ പ്രാർത്ഥിച്ച്, മാരിയമ്മൻ കോവിലും പ്രാർത്ഥിച്ചു. അവിടെ നെയ്വിളക്ക് സമർപ്പിച്ച് ഭഗവതിയെ പ്രാർത്ഥിച്ച് ഇനിയും വരാമെന്ന പ്രാർത്ഥനയോടുകൂടി നമ്മൾ അവിടുന്ന്